ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സെക്ഷനിലെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ RTOS എന്ന് പറയുന്നത്. സോ എന്താണ് RTOS? കോൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്, നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിനുള്ള കോൺസെപ്റ്റ് മാത്രമേ RTOSലുള്ളൂ. സോ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ എന്താണ് RTOS, അതുപോലെ തന്നെ എത്ര ടൈപ്സ് ഓഫ് RTOS ഉണ്ട്, പിന്നെ എന്തൊക്കെയാണ് ഈ ഒരു ടാസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതം നമ്മൾ RTOSൽ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ക്ലോക്ക് സിൻക്രണൈസേഷൻ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ കവർ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമേ തന്നെ എന്താണ് RTOS? RTOS എന്ന് പറയുന്നത് തന്നെ ആ പേരിൽ നിന്ന് തന്നെ അറിയാം, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ് ഗ്യാരണ്ടി ചെയ്യുന്നത്? ഒരു ലിമിറ്റഡ് അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് ടൈം ഡെഡ് ലൈനില് ഡേറ്റയെ പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ട് തരാമെന്ന് ഉറപ്പ് നൽകുന്ന സിസ്റ്റത്തിനെയാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഈ ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് കേട്ടാൽ ആദ്യം മനസ്സിൽ വരേണ്ടത് അതിനൊരു സ്ട്രിക്റ്റ് ഡെഡ് ലൈൻ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ സ്ട്രിക്റ്റ് ഡെഡ് ലൈൻ ഫോളോ ചെയ്ത് ഒരു ഔട്ട്പുട്ടിനെ നമുക്ക് തരാൻ പറ്റുമെങ്കിൽ അതിനെയാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വേണം തരാനായിട്ട്. ഈ കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? ലോജിക്കലി ആ ഒരു ഔട്ട്പുട്ട് കറക്റ്റ് ആയിരിക്കണം. രണ്ടാമത്തേതാണ് ടൈമിംഗ് കറക്റ്റ്നെസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ടൈമിംഗ് കറക്റ്റ്നെസ്. എന്താണ് ടൈമിംഗ് കറക്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പറഞ്ഞ ഓൾറെഡി ഒരു ഡെഡ് ലൈൻ വെച്ചിട്ടുണ്ട്. സോ ആ ഡെഡ് ലൈൻ മീറ്റ് ചെയ്തുകൊണ്ട് വേണം. ഇപ്പം ഞാനൊരു 2 മിനിറ്റിൽ എനിക്ക് ഔട്ട്പുട്ട് കിട്ടണം എന്ന് പറഞ്ഞിട്ട് 4 മിനിറ്റിൽ കിട്ടുന്നതല്ല റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആ ഡെഡ് ലൈൻ മീറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ അതിനെയാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനിയും റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ആദ്യത്തേതാണ് ഡിറ്റർമിനിസ്റ്റിക് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ പ്രെഡിക്റ്റബിൾ ആണ്. അതുപോലെ തന്നെ RTOS പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് തരുന്നത്. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് എന്താണോ അത് തന്നെയായിരിക്കും തരുന്നത്. അതിന് ഡിറ്റർമിനിസ്റ്റിക് ബിഹേവിയർ. നമുക്ക് ആ ഔട്ട്പുട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെയിം ഇൻപുട്ടും സെയിം കണ്ടീഷൻസും കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടും ആ കറക്റ്റ് ഫിക്സഡ് ടൈമിൽ തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളുടെ മെഡിക്കൽ ഡിവൈസസ് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ കൺട്രോൾ യൂസ് ചെയ്യുന്ന ഒക്കെ റിയൽ ടൈം ആപ്ലിക്കേഷൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ കാറൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട് ആ കാർ എപ്പോൾ സ്റ്റോപ്പ് ചെയ്യും എന്നുള്ളത്. സോ അത് ഡിറ്റർമിനിസ്റ്റിക് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ആ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ എത്ര നേരം കൊണ്ട് ആ വണ്ടി ബ്രേക്ക് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും എന്നുള്ളത് നമുക്കൊരു ഫിക്സഡ് ടൈം ഉണ്ട് അല്ലെ. ഒരു സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ അതിനൊരു ഒരു ഓൾറെഡി നമുക്ക് അത് എപ്പം നിൽക്കും എന്നുള്ളത് ഡിറ്റർമൈൻഡ് ആണ്. സോ RTOS എന്ന് പറയുന്നത് ഒരു ഡിറ്റർമൈൻഡ് ബിഹേവിയർ കാണിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. രണ്ടാമത്തെയാണ് പ്രെഡിക്റ്റബിൾ റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ എപ്പം നമുക്ക് ആ ഒരു ടാസ്കിന്റെ ഔട്ട്പുട്ട് എപ്പം നമുക്ക് തരും എന്നുള്ളത് ഒരു ബൗണ്ടഡ് റെസ്പോൺസ് ടൈമിൽ തന്നെ ആയിരിക്കും കിട്ടുന്നത്. അതായത് ഒരു RTOS അത് നമുക്ക് ഗ്യാരണ്ടി തരും. അതായത് ഇത്ര സമയത്തിനുള്ളിൽ അതിന്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് തരും എന്നുള്ളത് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള റെസ്പോൺസ് ടൈമിൽ തന്നെ നമുക്ക് ടാസ്ക് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യും. അത് RTOSന്റെ ഒരു ഫീച്ചർ ആണ്. അതാണ് ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഡിലേ, ടാസ്ക് ഷെഡ്യൂളിംഗ് ഡിലേ വന്നാൽ അതെല്ലാം ഈ ഒരു പ്രെഡിക്റ്റബിൾ റെസ്പോൺസ് ടൈമിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ട് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കഴിയാറുണ്ട്. അതുപോലെ തന്നെ പ്രെഡിക്റ്റബിൾ റെസ്പോൺസ് ടൈമിൽ പിന്നെ ഓർത്തിരിക്കുന്നതാണ് ഡെഡ് ലൈൻസ്. ഡെഡ് ലൈൻസ് എന്ന് പറയുന്നത് ഗ്യാരണ്ടീഡ് ആണ്. അത് ആ ഡെഡ് ലൈനിനുള്ളിൽ ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് തന്നിരിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തേതാണ് പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പഠിച്ച ഒരു സെക്ഷൻ ആണ് പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ഹൈ പ്രയോറിറ്റി ടാസ്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടാസ്ക് വന്നാൽ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്കിനെ അവിടെ നിർത്തിയതിനു ശേഷം ആ ആളെ എടുത്ത് ചെയ്യാൻ പറ്റുന്നതിനെയാണ് പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. സോ RTOSും പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. RTOS യൂസ് ചെയ്യുന്നത് പ്രയോറിറ്റി ബേസ്ഡ് പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി, അതായത് ഇപ്പൊ ചെയ്യുന്ന ടാസ്കിനെക്കാട്ടിലും പ്രയോറിറ്റി കൂടുതലുള്ളത് വന്നാൽ RTOS അതിനെ എടുക്കും, ഇന്ററപ്റ്റ് ചെയ്ത്. അതായത് ഒരു ഹൈ പ്രയോറിറ്റി ടാസ്കിന് ഒരു ലോ പ്രയോറിറ്റി ടാസ്കിനെ ഇന്ററപ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും.
ഓക്കെ, അതായത് നമ്മളിപ്പം ക്രിട്ടിക്കൽ ടാസ്ക് എന്തെങ്കിലും വരുവാണ്, ഓക്കെ, അങ്ങനത്തെ എന്തെങ്കിലും കേസ് വരുവാണെങ്കിൽ ഇപ്പൊ എമർജൻസി അലാം ടാസ്ക്. സോ നമ്മളിപ്പം കറന്റ് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, പെട്ടെന്ന് ഒരു എമർജൻസി അലാം ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം ആ എമർജൻസി അലാം ടാസ്ക് എടുത്ത് ചെയ്യാൻ RTOSന് പറ്റും. നെക്സ്റ്റ് ആണ് ഫാസ്റ്റ് ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ററപ്റ്റ്സിന് ഇപ്പം എന്തെങ്കിലും ഹാർഡ്വെയർ ഇന്ററപ്റ്റ്സ് വന്നാൽ RTOS അതിനോട് വളരെ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും, റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഫാസ്റ്റ് ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ്. ഇപ്പൊ സെൻസർ റീഡിംഗ് അല്ലെങ്കിൽ എംബഡഡ് സിസ്റ്റത്തിലൊക്കെ RTOS യൂസ് ചെയ്യുന്നതിന്റെ കാരണം ഈ ഫാസ്റ്റ് ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ് ഉള്ളത് കൊണ്ടാണ്. നെക്സ്റ്റ് ഈസ് മിനിമൽ ലാറ്റൻസി എന്ന് പറഞ്ഞാൽ ലാറ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിലേ ആണ്. അതായത് ഒരു ഇവന്റ് ഒക്കർ ചെയ്യുന്നതും ഒരു ഇവന്റ് വന്നു, ആ ഇവന്റ് ചെയ്തതിനു ശേഷം നമുക്കൊരു റെസ്പോൺസ് കിട്ടും. ഓക്കെ, ഈ ഒരു ഡിലേ ആണ് ലാറ്റൻസി എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു കാര്യം പറഞ്ഞു, ഇത് ചെയ്യാൻ പറഞ്ഞു, അത് എപ്പം ചെയ്ത് കിട്ടുന്നോ ആ ഒരു ഡിലേ ഉണ്ട്. ഇപ്പൊ ഞാൻ 10 മണിക്ക് ഒരു ടാസ്ക് കൊടുത്തു, എനിക്ക് കിട്ടുന്നത് 12 മണിക്കാണെങ്കിൽ എത്ര ഡിലേ വന്നു അവിടെ? 2 hours ഡിലേ. ആ ഡിലേ ആണ് ലാറ്റൻസി എന്ന് പറയുന്നത്. അപ്പൊ RTOS എപ്പോഴും ലാറ്റൻസി കുറച്ചുകൊണ്ടാണ് എപ്പോഴും ടാസ്കുകൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് മിനിമൽ ലാറ്റൻസി എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ 2 ടൈപ്പ് ഓഫ് ലാറ്റൻസി ഉണ്ട്. ഒന്ന് ഇന്ററപ്റ്റ് ലാറ്റൻസി, ഒന്ന് ഷെഡ്യൂളിംഗ് ലാറ്റൻസി. എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഒരു ഇന്ററപ്റ്റ് വന്നാൽ, ഇപ്പൊ ഞാനൊരു ഇവന്റ് വന്നു, അല്ലെങ്കിൽ ഒരു ടാസ്ക് വന്നു, അതിന്റെ ഇടയ്ക്ക് വേറെ ഏതെങ്കിലും ഒരു ഇന്ററപ്റ്റ് വന്നാൽ ഇത് കിട്ടാനുള്ള ടൈം റെസ്പോൺസ് കുറയും, അല്ലെ? എന്ന് വെച്ചാൽ വീണ്ടും ഡിലേ എടുക്കും. അതുപോലെ തന്നെ പിന്നെ എന്താണ് ഷെഡ്യൂളിംഗ്. ഇപ്പൊ എന്തെങ്കിലും രീതിയിൽ ഒന്നിലും കൂടുതൽ ടാസ്ക് വന്നാൽ ഷെഡ്യൂളിംഗ് ചെയ്യണം, പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ചെയ്യണം. സോ ഷെഡ്യൂളിംഗ് ചെയ്യാനും കുറച്ച് സമയം പോകും. അപ്പൊ ലാറ്റൻസി എന്ന് പറയുന്നത് ഇന്ററപ്റ്റ് എന്തെങ്കിലും വന്നാൽ അതും, അതുപോലെ തന്നെ ഷെഡ്യൂളിംഗ് എന്തെങ്കിലും ടൈം എടുത്താൽ അതും കൂടെ കൂട്ടിയാണ് നമ്മൾ എപ്പോഴും ലാറ്റൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. RTOS എപ്പോഴും ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഏറ്റവും മിനിമൽ ലാറ്റൻസിയിൽ വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. നെക്സ്റ്റ് ഇസ് ഹൈ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആണ്, ഫോൾട്ട് അല്ലെങ്കിൽ എറേഴ്സ് ഒക്കെ വരാനായിട്ടുള്ള കാരണങ്ങൾ വളരെ കുറവാണ്. അതുപോലെ തന്നെ എറർ ഡിറ്റക്ഷൻ ഒക്കെ ഓൾറെഡി നമ്മുടെ RTOSനകത്ത് ഫീച്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് RTOS ആണ് നമ്മളുടെ എയർക്രാഫ്റ്റ് സിസ്റ്റത്തില്, ന്യൂക്ലിയർ പ്ലാന്റ്സില്, മെഡിക്കൽ ഇക്വിപ്മെന്റ്സിലും ഒക്കെ RTOS യൂസ് ചെയ്യാൻ കാര്യം ഫോൾട്ട് ടോളറന്റ് ആണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഹൈ റിലയബിൾ ആണ്, സ്റ്റേബിൾ സിസ്റ്റം ആണ്. അതുപോലെ തന്നെ ഹൈ റിലയബിളിന്റെ വേറൊരു മീനിങ് ആണ്, നമുക്ക് എത്ര ഡ്യൂറേഷൻ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു RTOSനെ പ്രവർത്തിപ്പിക്കാം. ഓക്കെ, അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് മണിക്കൂറുകൾ വേണമെങ്കിലും നമുക്ക് RTOSൽ വർക്ക് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത്രയും ഇപ്പൊ ന്യൂക്ലിയർ പ്ലാന്റ്സിലാണെങ്കിലും എയർക്രാഫ്റ്റ് സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള കാരണം. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് റിയൽ സിസ്റ്റം. നമുക്ക് 2 ടൈപ്പ് ആണ് ഉള്ളത്, ഒന്ന് ഹാർഡും ഒന്ന് സോഫ്റ്റ്. അപ്പൊ എന്താണ് ഹാർഡും സോഫ്റ്റും? ഹാർഡ് എന്ന് പറഞ്ഞാല് എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഡെഡ് ലൈൻ വെച്ചിട്ടാണ് RTOS വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു സ്പെസിഫിക് ഡെഡ് ലൈൻ കാണും, ആ ഡെഡ് ലൈനിന്റെ ഉള്ളിൽ ഇത് കംപ്ലീറ്റ് ആയിരിക്കണം. പക്ഷേ ഹാർഡ് റിയൽ ടൈം സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ആ ഡെഡ് ലൈൻ മിസ്സായി എന്ന് വിചാരിക്കും, അങ്ങനാണെങ്കിൽ ആ സിസ്റ്റം കംപ്ലീറ്റ് ഫെയിലിയർ ആയിരിക്കും. അതാണ് ഹാർഡ് റിയൽ ടൈം സിസ്റ്റം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രീതിയിൽ ആ ഡെഡ് ലൈൻ, ഇപ്പം 2 മണിക്ക് തീർക്കേണ്ട ഒരു ടാസ്ക് ആയിരുന്നു, അത് 2 മാറി 2:01 ആയാൽ, 2 എന്നുള്ളത് ഡെഡ് ലൈൻ ആയിരുന്നു, അത് 2:01 ആയാൽ ആ സിസ്റ്റം കംപ്ലീറ്റ് ഫെയിലിയർ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പം കറക്റ്റ്നെസ് എന്ന് പറയുന്നത് ലോജിക്കൽ കറക്റ്റ്നെസ്സും ടൈമിംഗ് കൺസ്ട്രെയിൻസും കൂടെയാണ് ഹാർഡ് റിയൽ ടൈം സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ സേഫ്റ്റി ക്രിട്ടിക്കൽ സിസ്റ്റത്തിലൊക്കെയാണ് നമ്മൾ കൂടുതലും ഇത് യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഡെഡ് ലൈൻസ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ആണ്, സ്ട്രിക്റ്റ് ആണ്. അതിനകത്ത് ഒരു മൈക്രോ സെക്കൻഡ് ഡിലേ പോലും അക്സെപ്റ്റ് ചെയ്യത്തില്ല ഹാർഡ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതേപോലെ കറക്റ്റും ആയിരിക്കണം, അതുപോലെ തന്നെ ടൈം ബൗണ്ടഡ് ആയിരിക്കണം, ഡെഡ് ലൈൻ മീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം. ഓക്കെ, ഇനി അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രയോറിറ്റി ബേസ്ഡ് ഷെഡ്യൂളിംഗ് വന്നാലും എന്തായിരിക്കണം? ഡെഡ് ലൈൻസ് മെറ്റ് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. സോ ഹാർഡ് റിയൽ ടൈം സിസ്റ്റത്തിൽ ഒരിക്കലും ഒരു തെറ്റ് വരാനോ അതുപോലെ തന്നെ ആ സമയം മാറാനോ സമ്മതിക്കത്തില്ല. സോ ആ രീതിയിലുള്ള സിസ്റ്റത്തിനെയാണ് ഹാർഡ് റിയൽ ടൈം എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ കൂടുതലും ഈ ഹാർഡ് റിയൽ ടൈം സിസ്റ്റം യൂസ് ചെയ്യുന്നത്. നമ്മളുടെ പേസ് മേക്കേഴ്സ് ഒക്കെ ഉണ്ട്, നമ്മളുടെ ഹാർട്ടിൽ വെക്കുന്ന പേസ് മേക്കേഴ്സ്,
അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് ഫ്ലൈറ്റ് കൺട്രോൾ, കാരണം ഒരു ഡിലേ പോലും, ഇപ്പം ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യേണ്ട ഒരു ടൈം ഡെഡ് ലൈൻ കാണും, അതിൽ ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ ചില വേറെ ഏതെങ്കിലും ഫ്ലൈറ്റിലെ ലാൻഡിങ്ങിന്റെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് ക്രാഷ് ആവും. സോ അതുകൊണ്ടാണ് ഹാർഡ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് പേസ് മേക്കേഴ്സ്, എയർക്രാഫ്റ്റ് ഫ്ലൈറ്റ് കൺട്രോള്, അതുപോലെ തന്നെ എയർ ബാഗിന്റെ കൺട്രോൾ സിസ്റ്റം, നമ്മുടെ കാസിലൊക്കെ വെഹിക്കിൾസിലൊക്കെ യൂസ് ചെയ്യുന്ന എയർ ബാഗ് കൺട്രോൾ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഹാർഡ് റിയൽ ടൈം ആണ്. കാരണം ഒരു രീതിയിലുള്ള ലേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, മിസൈൽ ഗൈഡൻസ് സിസ്റ്റം, നമ്മൾ അത്രയും ഡെഡ് ലൈൻസിന് മാൻഡേറ്ററി ആയിട്ട് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എല്ലാ സിസ്റ്റത്തിലും നമ്മൾ ഹാർഡ് റിയൽ ടൈം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അത് യൂസ് ചെയ്യുന്ന എക്സാമ്പിൾസ് ആണ് VxWorks, അതാണ് എയറോസ്പേസ്, ഡിഫൻസ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഹാർഡ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾസ് ആണ്. QNX, RT Linux, FreeRTOS, ഇതൊക്കെ ഹാർഡ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതൊക്കെ യൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഓരോരോ. ഇപ്പൊ ഇത് ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഒരു പേരുകൾ കേട്ടാൽ അത് ഹാർഡ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. സോ ഇതാണ് ഹാർഡ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ ഓർത്തിരിക്കേണ്ടത് ഹാർഡ് ആണ്, ദേ ആർ ഹാർഡ്. അവരുടെ ഡെഡ് ലൈൻ മീറ്റ് ചെയ്തില്ലെങ്കിൽ സിസ്റ്റം കംപ്ലീറ്റ് ഫെയിലിയർ ആണ്. ഓക്കെ, ഇനി അപ്പൊ അതിന്റെ നെക്സ്റ്റ് എന്താണ്? സോഫ്റ്റ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്താണ് സോഫ്റ്റ്? ഡെഡ് ലൈൻ ഇപ്പൊ മിസ് ചെയ്താലും വലിയ പ്രശ്നമൊന്നുമില്ല, ഡിസൈറബിൾ ആണ്, മാൻഡേറ്ററി അല്ല. ഓക്കെ, ഡെഡ് ലൈൻ മിസ് ആണെങ്കിലും പെർഫോമൻസിനെ അത് കുറയ്ക്കും, പക്ഷേ സിസ്റ്റം ഫെയിലിയർ അല്ല. ഓക്കെ, അപ്പൊ അതാണ് സോഫ്റ്റ്. ദേ ആർ സോഫ്റ്റ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഓർത്തെടുക്കാൻ എളുപ്പമാണ്. സോഫ്റ്റ് ആണ്, ഡെഡ് ലൈൻ മീറ്റ് ചെയ്യണം, പക്ഷെ അത് മാൻഡേറ്ററി അല്ല, പക്ഷെ ഇപ്പൊ പെർഫോമൻസ് കുറയും, പക്ഷെ അതൊരിക്കലും സിസ്റ്റം ഫെയിലിയറിലോട്ട് ലീഡ് ചെയ്യത്തില്ല. ഓക്കെ, സോ എന്തെങ്കിലും രീതിയിൽ ഇപ്പൊ ഒക്കേഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ഡെഡ് ലൈൻ മിസ് വന്നാലും അത് നമ്മൾ സഹിക്കും. അതാണ് സോഫ്റ്റ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകത. ഡെഡ് ലൈൻസ് ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ 1 മണി എന്നുള്ളത് മാറ്റി വേണമെങ്കിൽ 1:05 ആയാലും കുഴപ്പമില്ല. ചിലപ്പോൾ ക്വാളിറ്റിയിലോ ഒക്കെ ഒരു വ്യത്യാസം വരും, പക്ഷെ സിസ്റ്റം ഒരിക്കലും ക്രാഷ് ആവില്ല. സോ ഇതാണ് സോഫ്റ്റ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഓഡിയോ വീഡിയോ സ്ട്രീമിംഗ്, ഇപ്പൊ എന്തെങ്കിലും രീതിയിലുള്ള ബഫറിങ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും ഫെയിലിയർ അല്ല, അതൊരു മൈനർ ഡിലേ എന്ന് മാത്രമേ നമുക്ക് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. അതൊരു ഫെയിലിയർ അല്ല. അതിൽ ഓൺലൈൻ ഗെയിമിങ്, അതുപോലെ തന്നെ പ്രിന്റർ സിസ്റ്റം, മൾട്ടിമീഡിയ സിസ്റ്റംസ്, ഇതൊക്കെ ഒരു സോഫ്റ്റ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇപ്പൊ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇത് വന്നാലും നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്, കാരണം അതൊരു പ്രശ്നമാക്കി നമുക്ക് നോക്കാൻ പറ്റില്ല. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള കേസുകളാണ്. ഇപ്പൊ ഡെഡ് ലൈൻസ് വന്നാലും കുഴപ്പമില്ല. ഓക്കെ, സോ ഇതാണ് സോഫ്റ്റ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നമ്മളുടെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് വിൻഡോസ് CE, വിൻഡോസ് 10, നമ്മുടെ കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതുപോലെ ലിനക്സ് വിത്ത് പ്രിയംപ്റ്റ് RT പാച്ച്, ആൻഡ്രോയിഡ് OS, സിംബയാൻ OS, ഇതൊക്കെ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പെടുന്നതാണ്. സോ ഇതിനൊന്നും ഇപ്പൊ ഡെഡ് ലൈൻസിൽ എന്തെങ്കിലും ഒരു മിസ് വന്നാലും നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. അതായത് അതൊരിക്കലും ആ ഒരു സിസ്റ്റം ക്രാഷ് എന്നോ സിസ്റ്റം ഫെയിലിയർ എന്നോ നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇതാണ് സോഫ്റ്റ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മൂന്നാമത്തേതാണ് ഫേം റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത് ചോദിക്കാറില്ല, പക്ഷെ അറിഞ്ഞിട്ട് ചില സമയങ്ങളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഫേം റിയൽ ടൈം എന്ന് പറയുന്നത് എന്താണ്? ഡെഡ് ലൈൻ മിസ് ചെയ്യുന്നത് ആ വാല്യൂവിന്റെ ടാസ്കിനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും, പക്ഷെ അതും ഒരു സിസ്റ്റം ഫെയിലിയർ അല്ല. ഓക്കെ, അത് നമ്മുടെ ഹാർഡിന്റെയും സോഫ്റ്റിന്റെയും ഇടയ്ക്കായിട്ട് വെക്കും. ടാസ്ക് കംപ്ലീറ്റ് ആയിരിക്കണം, പക്ഷെ ഡെഡ് ലൈനും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഡെഡ് ലൈൻ മിസ് ആയാലും റിസൾട്ട് കളയും എന്നുള്ളതേ ഉള്ളൂ. സിസ്റ്റം നോർമലി തന്നെ വർക്ക് ചെയ്യും. ഓക്കെ, ഇടയ്ക്കിടയ്ക്കുള്ള ഡെഡ് ലൈൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് ഈ ഫേം റിയൽ ടൈം സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പം റിസൾട്ട് വന്നാലും ഇപ്പം അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കിപ്പം 12 മണിക്ക് കിട്ടേണ്ട റിസൾട്ട് 12:05 കിട്ടിയാലും അത് ആ റിസൾട്ട് നമ്മൾ യൂസ് ചെയ്യില്ല. ആ റിസൾട്ട് അക്സെപ്റ്റബിൾ അല്ല, യൂസ്ലെസ് ആയിരിക്കും ആ റിസൾട്ട്. ഓക്കെ, നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യില്ല, പക്ഷെ നമ്മൾ ബാക്കിയുള്ള ടാസ്കുകൾ അത് കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പൊ ഡെഡ് ലൈൻസ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ സിസ്റ്റം ക്രാഷിങ്ങോ ഡെഡ് ലൈൻ മിസ്സോ അതൊന്നും സിസ്റ്റം ക്രാഷ് ആവില്ല ഡെഡ് ലൈൻ മിസ് ആയാലും. സോ ഇതാണ് 3 ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഫേം റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ റഡാർ സിഗ്നലിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫേം ആണ്. കാരണം
ഓൾഡ് സെൻസർ ഡേറ്റ ഒക്കെ ആണെങ്കിൽ അങ്ങ് ഡിസ്കാർഡ്, കാരണം ടൈം കഴിഞ്ഞു പോയാലും ആ ഡേറ്റ ഡിസ്കാർഡ് ചെയ്ത് കളയും. അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷനിൽ, സ്റ്റോക്ക് മാർക്കറ്റ്സിൽ, അതായത് ലേറ്റ് ആയിട്ടുള്ള ട്രേഡ് ഓർഡേഴ്സ് ഒക്കെ ഇഗ്നോർ ചെയ്യും, പക്ഷെ സിസ്റ്റം കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഇതാണ് ഫേം റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. 3 types of operating system: real time, hard, soft. Next is components of RTO. ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ട്? ഓക്കെ, ഒന്നാമത്തേതാണ് ഷെഡ്യൂളർ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഷെഡ്യൂളർ. എന്തിനാണ് ഷെഡ്യൂളർ? ഏത് ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ആളെയാണ് ഷെഡ്യൂളർ എന്ന് പറയുന്നത്. ഏത് ടാസ്ക് ഇപ്പൊ എടുക്കണം, ഓക്കെ, അതിനാണ് നമ്മൾ പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് യൂസ് ചെയ്തത്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പ്രയോറിറ്റി ബേസ്ഡും റൗണ്ട് റോബിനും. ചില പ്രയോറിറ്റി ടാസ്കിൽ റൗണ്ട് റോബിനും യൂസ് ചെയ്യാറുണ്ട്. സോ ഈ രണ്ട് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ RTOSനകത്ത് ആദ്യമായിട്ടുള്ള കമ്പോണന്റ് ഷെഡ്യൂളർ ആണ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടാസ്ക് അല്ലെങ്കിൽ ത്രെഡ്. അതായത് ഇപ്പം നമുക്കൊരു പുതിയ ടാസ്ക് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അത് ഇപ്പൊ അല്ലെങ്കിൽ പുതിയൊരു ടാസ്ക്, ഓൾറെഡി ഉള്ള ഒരു ടാസ്കിനെ ഡിലീറ്റ് ചെയ്യണം. സോ അതിനു വേണ്ടി നമുക്കൊരു സെക്ഷൻ കാണും, അതാണ് ടാസ്ക് മാനേജ്മെന്റ് അല്ലെങ്കിൽ ത്രെഡ് മാനേജ്മെന്റ്. സോ ഇതിനകത്തായിരിക്കും ഓരോ ടാസ്കുകളും ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് ഓൾറെഡി കഴിഞ്ഞ ടാസ്കിനെ റിമൂവ് ചെയ്യുന്നതും ഒക്കെ ഈ ഒരു ത്രെഡ് അല്ലെങ്കിൽ ടാസ്ക് മാനേജ്മെന്റിനകത്താണ്. ഓരോ ടാസ്കിനകത്ത് പ്രയോറിറ്റി കാണും. ഓക്കെ, അപ്പൊ ഹൈ പ്രയോറിറ്റി ഉള്ള ടാസ്ക് ആയിരിക്കും ആദ്യം എക്സിക്യൂട്ട് ചെയ്ത് പോകുന്നത്. സോ അതാണ് ടാസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ അല്ലെങ്കിൽ ISR എന്ന് പറയുന്നത്. ISR എന്തിനാണ്? ഇപ്പൊ എന്തെങ്കിലും രീതിയിലുള്ള ഹാർഡ്വെയർ ഇന്ററപ്റ്റ്സ് വന്നു കഴിഞ്ഞാൽ അവരെ മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള മൊഡ്യൂൾ ആണ് ISR എന്ന് പറയുന്നത്. സോ ISR യൂസ് ചെയ്യുന്നത് ഇപ്പൊ എന്തെങ്കിലും രീതിയിലുള്ള ഇന്ററപ്റ്റ്സ് വന്നു, ഇപ്പൊ പെട്ടെന്ന് ഇതൊന്ന് ചെയ്യണം. ഓക്കെ, ഇപ്പം അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഇന്ററപ്റ്റ് ലാറ്റൻസി കുറയ്ക്കാൻ വേണ്ടി. ഇങ്ങനെ ഒരു ഹാൻഡ്ലർ ഇല്ലെങ്കിൽ ഈ പുള്ളിയാണ് തീരുമാനിക്കേണ്ടത് ഇപ്പൊ ഈ ഇന്ററപ്റ്റിനെ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. സോ ഈ ഒരു രീതിയിൽ ഒരു ഇന്ററപ്റ്റ് ഹാൻഡ്ലർ RTOSനകത്ത് ഇല്ലെങ്കിൽ ഇപ്പം പെട്ടെന്ന് ഒരു ഹാർഡ്വെയർ ഇന്ററപ്റ്റ് വരികയാണ്, അത് പ്രയോറിറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണെങ്കിൽ ഈ പുള്ളിക്ക് അറിയാം, അത് ISRന് അറിയാം, ഇത് കറക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ സിസ്റ്റം ക്രാഷ് ആവും. അപ്പൊ എന്ത് പറ്റും? ഈ ഒരു ഹൈ പ്രയോറിറ്റി വരുന്ന ആളെ RTOSനോട് ഷെഡ്യൂൾ ചെയ്യാൻ പറയും. സോ അങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്. സോ ഹാർഡ്വെയർ ഇന്ററപ്റ്റ്സിനെ നമുക്ക് പെട്ടെന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ് അല്ലെങ്കിൽ ഇന്ററപ്റ്റ് സർവീസ് റൂട്ടീൻ. പിന്നെ ഉള്ളത് ക്ലോക്ക് ആണ്. ക്ലോക്ക് എന്തിനാണ്? ടൈം മാനേജ് ചെയ്യാൻ. അതായത് ഇപ്പം എന്തെങ്കിലും ഡിലേ വരുവാണെങ്കിലോ ടൈം ഔട്ട്സ് വരുവാണെങ്കിലോ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ക്ലോക്ക് ടൈമർ എന്ന് പറയുന്നത്. ഓരോ സിസ്റ്റത്തിനും സിസ്റ്റം ക്ലോക്ക് ഓരോ സിസ്റ്റത്തിനും സിസ്റ്റം ക്ലോക്കും ടൈമേഴ്സും കാണും. സോ അത് മാനേജ് ചെയ്യുന്ന സിസ്റ്റമാണ് ടൈമേഴ്സ് അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റിനുള്ള ക്ലോക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഇന്റർ ടാസ്ക് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അതായത് ഇപ്പം നമുക്കിപ്പോ ഓരോ ടാസ്കുകൾ, കുറെ ടാസ്കുകൾ കാണും RTOSന് ചെയ്യാൻ. ടാസ്ക് 1, ടാസ്ക് 2, ടാസ്ക് 3. ഈ ടാസ്കുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വേണം. എന്തിനാണ്? ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഡെഡ് ലോക്സ് അല്ലെങ്കിൽ റേസ് കണ്ടീഷൻസ് വരും. സോ അങ്ങനത്തെ കണ്ടീഷൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി IPC അല്ലെങ്കിൽ ഇന്റർ ടാസ്ക് കമ്മ്യൂണിക്കേഷൻസിനകത്താണ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ടാസ്കുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അതിനുവേണ്ടി നമുക്ക് സെമാഫോർ യൂസ് ചെയ്യാം, നമ്മളുടെ ക്രിട്ടിക്കൽ സെക്ഷൻ യൂസ് ചെയ്യാം, അറ്റ് എ ടൈം ഒരാൾ കയറി എന്റെ കാര്യങ്ങൾ പറയാം, മ്യൂടെക്സ് യൂസ് ചെയ്യാം. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഇന്റർ ടാസ്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ RTOSന്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്ന് പറയുന്നത്. പിന്നെ എറർ എന്തെങ്കിലും വന്നാൽ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് RTOSനകത്തുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടാസ്കിന്റെ സ്റ്റേറ്റ്സ്. എത്ര സ്റ്റേറ്റ്സ് ഉണ്ട് നമ്മളുടെ ടാസ്കിന് എന്ന്? ടാസ്കിന്റെ സ്റ്റേറ്റ്സ് പ്രധാനമായിട്ട് നമുക്കുള്ളത് റെഡി, റണ്ണിങ്, ബ്ലോക്ക്ഡ് ഓർ വെയിറ്റിംഗ്, സസ്പെൻഡ്. സോ ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഒരു ഐഡിയ കിട്ടിയതാണ്. സോ എന്നാലും ഞാനൊന്ന് പറയാം എന്താണ് റെഡി. ഓക്കെ, നമുക്കിപ്പം ഇനിഷ്യലി എന്താ സംഭവം, ഞാനൊരു ഡയഗ്രാം വരയ്ക്കാം, അപ്പൊ കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ പുതിയൊരു ടാസ്ക് വന്നു, ന്യൂ സ്റ്റേറ്റിലായിരിക്കും അതിരിക്കുക. അതിനുശേഷം അത് റെഡി സ്റ്റേറ്റിലോട്ട് പോകും. അപ്പൊ റെഡി എന്താണെന്ന് ഞാൻ പറയാം. അതിനുശേഷം അത് റണ്ണിങ്ങിൽ പോവും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക്ഡ് ഓർ വെയിറ്റ്,
റണ്ണിങ്ങിൽ നിന്ന് വീണ്ടും വേണമെങ്കിൽ നമുക്ക് റെഡിയിലോട്ടും പോകാൻ പറ്റും. സോ ബ്ലോക്ക് ഡോർ വെയിറ്റിൽ നിന്ന് വീണ്ടും റെഡി സ്റ്റേറ്റിലോട്ട് പോവാം. ഓക്കെ, എന്താണ് ഇനി ഇവിടുത്തെ കോൺസെപ്റ്റ് എന്താണ്? സോ ആദ്യമേ ന്യൂ എന്ന് പറയുന്നത് എന്താണ്? പുതിയതായിട്ടൊരു ടാസ്ക് വന്നു, പക്ഷെ അതിനെ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. ടാസ്ക് ഈസ് ക്രിയേറ്റഡ് ബട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? ആദ്യമേ തന്നെ നമ്മുടെ ടാസ്ക് കൺട്രോൾ ബ്ലോക്കിലോട്ട് കൊണ്ടുവെക്കും. ടാസ്ക് ഇതുവരെ എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും? റെഡി സ്റ്റേറ്റിലോട്ട് പോകും. റെഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ടാസ്ക് ഓടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്? CPU-ന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് റെഡി സ്റ്റേറ്റിൽ വരുന്നത്. അതായത് ആളുടെ എല്ലാ റിസോഴ്സസും വന്നു, ഷെഡ്യൂളർ റെഡിയായി, ഷെഡ്യൂളർ ഇനിയും എക്സിക്യൂഷന് വേണ്ടി അങ്ങോട്ട് വിട്ടാൽ മതി. ഓക്കെ, സോ ഇതാണ് റെഡി സ്റ്റേറ്റ്. CPU-ന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, പക്ഷെ ടാസ്ക് റെഡി ടു റൺ ആണ്. നെക്സ്റ്റ് ആണ് റണ്ണിങ് സ്റ്റേറ്റ്. ഇതാണ് റണ്ണിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ടാസ്ക് ഇപ്പോൾ ആരുടെ കയ്യിലാണ്? CPU-ന്റെ കയ്യിൽ ഇരിക്കുന്നതിനെയാണ് റണ്ണിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അറ്റ് എ ടൈം ഒറ്റ ടാസ്ക് മാത്രമേ റണ്ണിങ് സ്റ്റേറ്റിൽ ഇരിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ടാസ്ക് എപ്പം വരെ റൺ ചെയ്യും? ഇപ്പൊ എന്തെങ്കിലും ടൈം സ്ലൈസ് വെച്ചിട്ടാണ് നമ്മൾ ആ ടാസ്കിനെ കൊടുത്തതെങ്കിൽ, ഇപ്പൊ നമ്മൾ 10 മിനിറ്റത്തേക്കാണ് നിനക്ക് ഞാൻ CPU തരുന്നതെന്ന് ടാസ്കിനോട് പറഞ്ഞാൽ ആ 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി റണ്ണിങ് മാറും. അല്ലെങ്കിൽ പുതിയൊരു ഹയർ പ്രയോറിറ്റി ടാസ്ക് വന്നാലും ഈ ഒരു ടാസ്കിന്റെ റണ്ണിങ് സ്റ്റേറ്റ് മാറും. സോ ഇങ്ങനത്തെ എന്തെങ്കിലും കേസ് വരുന്നതും വരെ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ടാസ്ക് റണ്ണിങ് സ്റ്റേറ്റിലായിരിക്കും. പിന്നെ എന്താണ് ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ ഈ വന്ന ടാസ്ക് T1 എന്ന് പറയുന്ന ടാസ്ക് ആയിരുന്നു നമ്മൾ ഇവിടെ വന്ന് റണ്ണിങ്ങിൽ നിന്നത്. T1-ന് ഇപ്പൊ എന്തെങ്കിലും റിസോഴ്സ് വേണം, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ വേണം. ഓക്കെ, അപ്പൊ അതിന് CPU-ന്റെ സമയം ആവശ്യമില്ല. സോ ഈ പുള്ളി മാറി ബ്ലോക്ക്ഡിൽ വന്നിരിക്കും. അപ്പൊ വേറെ ആർക്കെങ്കിലും അവിടെ കയറിയിരിക്കാം. ഓക്കെ, സോ ഇതാണ് ബ്ലോക്ക്ഡ് അല്ലെങ്കിൽ വെയിറ്റിംഗ്. ബ്ലോക്ക്ഡ് അല്ലെങ്കിൽ വെയിറ്റിംഗ് ആർക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നത്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനോ റിസോഴ്സസിനോ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് ഈ ബ്ലോക്ക്ഡ് ഓർ വെയിറ്റിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പിന്നാണ് ബ്ലോക്ക്ഡിൽ നമ്മൾ വീണ്ടും എന്ത് പറ്റും? ബ്ലോക്ക്ഡ് അല്ല ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് വീണ്ടും റെഡിയിൽ പോവും. റെഡിയിൽ നിന്ന് റണ്ണിങ്ങിലോട്ട് പോകും. ഇനി റണ്ണിങ്ങിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഹൈ പ്രയോറിറ്റി ടാസ്ക് വന്നാൽ വീണ്ടും വേണേൽ റെഡിയിൽ കൊണ്ടുവെക്കാം. ഓക്കെ, ആ ടാസ്ക് ചെയ്തതിന് ശേഷം റെഡിയിൽ നിന്ന് റണ്ണിങ്ങിലോട്ട് പോകും. പിന്നെ ഫൈനൽ സ്റ്റേറ്റ് ടെർമിനേറ്റ്, കാരണം ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഉള്ളതാണ് ടെർമിനേറ്റഡ് സ്റ്റേറ്റ്. സോ ഇത്രയും സ്റ്റേറ്റ്സ് ആണ് നമുക്കുള്ളത്. ഇനി RTOS എപ്പോഴും ടാസ്ക് സ്വിച്ചിങ് അലൗ ചെയ്യാറുണ്ട്. ടാസ്ക് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ള ടാസ്ക് വന്നാൽ നമ്മൾ ആ ഒരു ടാസ്കിന് പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഹൈ പ്രയോറിറ്റി ടാസ്ക് വന്നാൽ അതിനാണ് നമ്മൾ പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ആണ് RTOS യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഓക്കെ, ഇത്രയുമാണ് ടാസ്ക് സ്റ്റേറ്റ്സ് ഇൻ RTOS എന്ന് പറഞ്ഞു. സോ ഇത്രയും സ്റ്റേറ്റ് നമ്മൾ ഓൾറെഡി അറിയാവുന്നതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ്. നമ്മൾ ഓൾറെഡി ഈ സ്റ്റേറ്റുകളെ പറ്റിയും ഒക്കെ ഓൾറെഡി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് നോക്കിയതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ടാസ്ക് ടൈപ്സ്. ടാസ്ക് ടൈപ്സ് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടാസ്ക് ഉണ്ട്, അപീരിയോഡിക് ടാസ്ക് ഉണ്ട്, സ്പോറാഡിക് ടാസ്ക് ഉണ്ട്. അപ്പൊ എന്താണ്? അതായത് ടാസ്കിനെ നമ്മൾ ടൈമിംഗ് വെച്ച് അതുപോലെ തന്നെ പ്രയോറിറ്റി വെച്ച് ടാസ്കിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതാണ് ഇത് 3 എണ്ണമായിട്ട്. അപ്പൊ ഓരോന്നോരോന്നായിട്ട് നോക്കാം. എന്താണ് പീരിയോഡിക് ടാസ്ക് എന്ന് പറഞ്ഞാൽ? റെഗുലർ ഇന്റർവെൽസ് അല്ലെങ്കിൽ ഫിക്സഡ് ഇന്റർവെൽസിൽ നടക്കുന്ന ടാസ്ക് ആണ് പീരിയോഡിക് ടാസ്ക്. എന്താണ് ഇവരുടെ പ്രത്യേകത? അവർക്ക് അവരുടെ ഡെഡ് ലൈനും അവരുടെ എക്സിക്യൂഷൻ ടൈമും ഒക്കെ കൃത്യമായിട്ട് അറിയാം. സോ അവരോട് നമ്മൾ കൂടുതലായിട്ട് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. അവരുടെ എല്ലാ കാര്യങ്ങളും ഫിക്സഡ് ആണ്, റെഗുലർ ആണ്. ഓക്കെ, നോർമലി ഈ മോണിറ്ററിംഗ് സിസ്റ്റത്തിലൊക്കെ യൂസ് വരുന്നത് ഈ ഒരു പീരിയോഡിക് ടാസ്ക് ആണ്. ഓക്കെ, ഇപ്പം നമുക്ക് എന്തെങ്കിലും സെൻസർ ഡേറ്റ എന്തെങ്കിലും എല്ലാ 10 സെക്കൻഡിലും സാമ്പിളിങ്ങിന് വിടണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പീരിയോഡിക് ടാസ്ക്, ഈ ടാസ്കിന്റെ മാനേജ്മെന്റിലാണ്. ഓക്കെ, സോ ഇതാണ് പീരിയോഡിക് ടാസ്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ഡെഡ് ലൈൻ മിസ് ആണെങ്കിൽ സിസ്റ്റത്തിന്റെ പെർഫോമൻസ് ഡീഗ്രേഡ് ചെയ്യാറുണ്ട്. കൂടുതലും സോഫ്റ്റ് അല്ല, ഹാർഡ് അല്ലെങ്കിൽ ഫേം RTOSൽ വരുന്നതാണ് പീരിയോഡിക് ടാസ്കുകൾ കൂടുതൽ. കാരണം റെഗുലർ ഇന്റർവെൽസിൽ അതിന്റെ എക്സിക്യൂഷൻ ടൈമും ഡെഡ് ലൈനും ഒക്കെ പ്രീ ഡിഫൈൻ ചെയ്ത് വരുന്ന ടാസ്കുകളാണ്. അതൊരിക്കലും ഒരു സിസ്റ്റം ക്രാഷ് അല്ലെങ്കിൽ ഒരു ഡെഡ് ലൈൻ മിസ് അവിടെ നടക്കാറില്ല. സോ ഇതാണ് പീരിയോഡിക് ടാസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് അപീരിയോഡിക് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇറഗുലർ ആയിട്ട് ഒരു ഫിക്സഡ് പീരീഡ് ഇല്ല. ആദ്യം ചിലപ്പം ഒരു 10 മിനിറ്റ് ആയിരിക്കും, പിന്നെ വരുന്നത് ചിലപ്പോൾ 20 മിനിറ്റത്തേക്കായിരിക്കും. സോ
ഡെഡ് ലൈൻസ് വരാതിരിക്കാം. ഈ ഒരു ടാസ്കിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫിക്സഡ് ടൈം പീരീഡ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ നോർമലി ഈ എന്താണ് നമ്മളെ നെറ്റ്വർക്ക് പാക്കേജ് അറിവിലൊക്കെ അപീരിയോഡിക് ടാസ്ക് ആണ്. ചിലപ്പോൾ ആദ്യം വരുന്നത് കറക്റ്റ് ടൈമിലായിരിക്കും, പിന്നെ ചിലപ്പോൾ ടൈം ഒന്ന് മാറും. ഓക്കെ, സോ ഇതാണ് അപീരിയോഡിക് ടാസ്ക്. ഇറഗുലർ ആയിട്ട് സംഭവിക്കുന്ന ടാസ്കുകളാണ് അപീരിയോഡിക് ടാസ്ക്. സ്പോറാഡിക് ടാസ്ക് എന്ന് പറഞ്ഞാൽ അപീരിയോഡിക് ടാസ്ക് പോലെ തന്നെയാണ്, പക്ഷെ മിനിമം ഇന്റർ അറൈവൽ ടൈം, ഡെഡ് ലൈൻ ഇവിടെ സ്ട്രിക്റ്റ് ആണ്. ഡെഡ് ലൈൻ സ്ട്രിക്റ്റ് ആണ്, അതായത് ഈവന്റ് അറൈവല് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് പക്ഷെ കൺട്രോൾഡ് ആയിരിക്കണം. ഇവന്റിന്റെ അറൈവൽ നമുക്ക് അറിയില്ല എപ്പം വരുമെന്ന്, പക്ഷെ കൺട്രോൾഡ് ആയിരിക്കണം. ഓക്കെ, അതായത് ഇപ്പം ഡെഡ് ലൈൻ മിസ് ഒരിക്കലും ഇവിടെ അക്സെപ്റ്റബിൾ അല്ല. അതാണ് ഈ ഒരു സ്പൊറാഡിക് ടാസ്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ ഇത്രയും ടൈപ്സ് ഓഫ് ടാസ്ക് ആണ്. പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ച ഹാർഡ് റിയൽ ടൈം ടാസ്ക് ഉണ്ട്, സോഫ്റ്റ് റിയൽ ടൈം ടാസ്ക് ഉണ്ട്, ഫേം റിയൽ ടൈം ടാസ്കുകളുണ്ട്. സോ ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് ടാസ്കുകൾ ഉള്ളത്. സോ ഇത്രയും ബേസിക് ആയിട്ട് 3 ടൈപ്സ് ഓഫ് ടാസ്കുകൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ഷെഡ്യൂളിംഗ് ഇൻ RTOS. അപ്പോൾ ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് അതിനെപ്പറ്റി നല്ല ഗ്രാഹ്യമായ അറിവ് നമുക്കിപ്പോ ഉണ്ട്. എന്ന് വെച്ചാൽ ഏത് ടാസ്ക് എപ്പോ ഓടണം, എത്ര നേരം ഓടണം, ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ടാസ്കുകളെ ഷെഡ്യൂൾ ചെയ്യണം. ഓക്കെ, ഒരു ടാസ്ക് ഇപ്പം ചെയ്താൽ എന്റെ നേരത്തെ ടാസ്ക് ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാതെ പോകുമോ എന്ന് നോക്കണം. അതുപോലെ അത് എത്ര നേരം റൺ ചെയ്യും, എങ്ങനെ റൺ ചെയ്യും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ ഷെഡ്യൂളിംഗ് വെച്ചിട്ടാണ്. സോ ഇതൊരു മെക്കാനിസമാണ്. ഓക്കെ, എന്താണ് ഒരു ടാസ്ക് റെഡി സ്റ്റേറ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് CPU-ന് കൊടുക്കുന്നതാണ് ഈ ഷെഡ്യൂളിംഗ് ചെയ്യുന്നത്. ഷെഡ്യൂളിംഗ് ശരിക്കും ചെയ്യുന്നത് എന്താണ്, CPU-നോട് പറയാണ്, CPU നീ ഇപ്പൊ ഈ ടാസ്ക് ചെയ്യൂ, അല്ലെങ്കിൽ ഈ ടാസ്ക് മാറ്റി വെച്ചിട്ട് നീ അടുത്ത ഒരു ഹൈ പ്രയോറിറ്റി ടാസ്ക് ചെയ്യൂ എന്ന് പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള മെക്കാനിസത്തിനെയാണ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഈ RTOS-നകത്ത് കറക്റ്റ് ടൈമിംഗ് ആണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഹൈ ത്രൂപുട്ട് കിട്ടിയില്ലെങ്കിലും ടൈമിംഗ് എപ്പോഴും മാനേജ് ചെയ്തെങ്കിൽ മാത്രമേ, അതുകൊണ്ടാണ് അതിന് റിയൽ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് RTOS ഷെഡ്യൂളിംഗ്? 2 ടൈപ്സ് ഉണ്ട്, പ്രിയംറ്റീവ്, നോൺ പ്രിയംറ്റീവ്. പ്രിയംറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇടയ്ക്ക് ഒരു ടാസ്ക് വന്നാൽ ആൾക്ക് ഇന്ററപ്റ്റ് ചെയ്ത് അകത്ത് കയറി ചെയ്യാൻ പറ്റും. ഹൈ പ്രയോറിറ്റി ടാസ്ക് വന്നാൽ ഇന്ററപ്റ്റ് നടക്കുന്നതിനെയാണ് പ്രിയംറ്റീവ് എന്ന് പറയുന്നത്. നമ്മൾ ഹാർഡ് RTOS-ൽ യൂസ് ചെയ്യുന്നത് പ്രിയംറ്റീവ് ആണ്. കാരണം എന്തുകൊണ്ടാണ് ഹാർഡ് എന്ന് പറഞ്ഞാൽ ഡെഡ് ലൈൻ മിസ് ചെയ്യാൻ പറ്റില്ല. സോ ഡെഡ് ലൈൻ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പ്രയോറിറ്റി ടാസ്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് യൂസ് ചെയ്താലേ RTOS-ൽ അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇതാണ് പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ്. സോ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. രണ്ടാമത്തേതാണ് ഈ പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് ആണ് നമ്മൾ നോർമലി ഫ്രീ RTOS-ലും VxWorks-ലും ഒക്കെ വർക്ക് ചെയ്യുന്നത്. പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് ആണ്. അതായത് ഹാർഡ് RTOS യൂസ് ചെയ്യുന്ന എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും വർക്ക് ചെയ്യുന്നത് പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് ആണ്. ഓക്കെ, ഇനി എന്താണ് നോൺ പ്രിയംറ്റീവ്? വോളണ്ടിയർ ആയിട്ട് ടാസ്കിനെ കൊടുക്കും CPU-നോട്. ഓക്കെ, ഇതാദ്യം ചെയ്യൂ, അപ്പൊ ടാസ്ക് ആ ഓരോ ടാസ്കും ചെയ്ത് തീരുന്ന അനുസരിച്ച് അടുത്ത ബ്ലോക്ക് എടുത്തുകൊണ്ടിരിക്കും. സോ അതിനാണ് നോൺ പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ടാസ്ക് തീരുന്നിടം വരെ CPU അതിനെ ചെയ്യും. ഓക്കെ, നമ്മൾ സോഫ്റ്റ് RTOS-ലാണ് നോർമലി നോൺ പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് യൂസ് ചെയ്യുന്നത്. കാരണം എന്തെങ്കിലും ഹൈ പ്രയോറിറ്റി വന്നാൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് RTOS-ൽ ഇപ്പൊ ആ ഒരു ഡെഡ് ലൈൻ മീറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ആൾക്ക് ഒന്നും പറ്റില്ല. ചിലപ്പോൾ ഒരു പെർഫോമൻസ് കുറയും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ സോഫ്റ്റ് RTOS-ലാണ് നമ്മൾ നോൺ പ്രിയംറ്റീവ് ഷെഡ്യൂളിംഗ് യൂസ് ചെയ്യുന്നത്. സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ബൈ.